എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബുധനാഴ്ച ചിങ്ങം 11, 1201 ആണ്ട് ചിങ്ങം 11. ഇന്നത്തെ ദിവസഫലം നമുക്ക് നോക്കാം. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിയെത്തുന്നു. ബുധൻ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദിവസമാണ്. ഇന്ന് ബുധഹോരയിലാണ് ബുധനാഴ്ച പിറക്കുന്നത്. അപ്പോൾ ബുധഹോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയ്ക്കും മറ്റ് ചില കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ നല്ലതാണ്. എന്നാൽ രോഗചികിത്സയ്ക്ക് ബുധഹോര അത്ര നല്ലതല്ല. അടുത്തതായി നമുക്ക് മേടരാശിയുടെ ഫലം നോക്കാം. ഇന്ന് മേടരാശിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തിക കാല ഉൾക്കൊള്ളുന്ന മേടരാശിക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമാണ്. പ്രതീക്ഷകൾ നിറവേറുന്ന ദിവസമാണ്. കടം കൊടുക്കാനും വാങ്ങാനും നല്ല ദിവസമല്ല. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്ക് ഇന്ന് ശുഭകരമായ ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. അതുകൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ടെക്നിക്കലായിട്ടുള്ള ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. അധ്വാനം കുറഞ്ഞ ദിവസമായിരിക്കും. സാമ്പത്തികമായി താരതമ്യേന ഗുണകരമായൊരു ദിവസമാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാല, രോഹിണി, മകയിരത്തര. ഈ ഇടവക്കൂറുകാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്ന ദിവസമാണ്. അതേപോലെ ഉദ്യോഗലബ്ധിക്കായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായി മറുപടി കിട്ടുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ ചില മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് രോഗബാധ ഉണ്ടാകാനും അതുപോലെ മനപ്രയാസം ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതേപോലെ കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്കും പ്രതികൂലമായ മറുപടിയായിരിക്കും ലഭിക്കുക. കിട്ടാനുള്ള പണം കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മൊത്തത്തിൽ ശുഭകരമായൊരു ദിവസമാണ് ഇന്ന്. എല്ലാ ഫീൽഡിൽപ്പെട്ടവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണപ്പെടുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എല്ലാവരാലും വിമർശിക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് ഇന്ന് അനുമോദനങ്ങളുടെ ദിവസമാണ്. ദീർഘയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ല അനുകൂലമായ ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ തിരക്കുള്ള ദിവസമാണ്. എങ്കിൽ പോലും സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി കാണുന്നില്ല. മാതാപിതാക്കളുടെ ചില മാനസിക പ്രയാസങ്ങൾ കൊണ്ട് മാനസികമായി ചില വിഷമങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് പുണർദം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. കർക്കിടകക്കൂറിലാണ് ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നത്. കർക്കിടകക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് സന്തോഷകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായി കാണുന്നില്ല. രാഷ്ട്രീയ തലത്തിലുള്ളവർക്ക് വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ദിവസമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു ദിവസമായതുകൊണ്ട്
അപ്രകാരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇടപെടുന്നത് നന്നായിരിക്കും. വളരെ സഹായം ചെയ്തിട്ട് സഹായിക്കുന്നവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സേവകരെ കൊണ്ട് ചില മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ സാമ്പത്തികമായി നല്ലതായിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതേപോലെ വിചാരിക്കുന്ന പല കാര്യങ്ങളും അനായാസേന സാധിക്കാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്കും വിദേശയാത്ര അന്വേഷിക്കുന്നവർക്കും വിദേശ ജോലികൾ തേടുന്നവർക്കും അതേപോലെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു ദിവസം ആണ് ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങൻ രാശിക്കാരുടെ ഫലം നോക്കാം. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, കാല്. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്നെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. കൂടുതലായും മനക്ലേശത്തിന് ഇടയുള്ള ഒരു ദിവസമാണ്. ചില കലഹങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽപരമായ മാനസിക സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങളിൽ സന്തോഷം ലഭിക്കുന്നതാണ്. വൈകുന്നേരത്തോടുകൂടി ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേട്ടങ്ങൾ ഉള്ള ഒരു ദിവസമാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, വലിയ കോഴ്സുകൾക്ക് അഡ്മിഷന് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ചികിത്സ തുടങ്ങാൻ ഇന്ന് പറ്റിയ ദിവസമല്ല. ബ്ലഡ് പ്രഷർ, ലോ പ്രഷറോ ഹൈ പ്രഷറോ ഉള്ളവർക്ക് ഇന്ന് ചില മാറ്റങ്ങൾ കാണുന്നു, അനുകൂലമല്ല. അതേപോലെ തന്നെ ഡയബറ്റിക്, ഷുഗർ ഒക്കെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമല്ലാത്ത ചില ശാരീരിക ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദീർഘനാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും അതിനൊരു തീരുമാനം ഉണ്ടാകുവാനും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സാധ്യതയും കാണുന്നു. ഈശ്വര പ്രാർത്ഥന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ദിവസഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ ഉള്ള ശ്രമത്തിലേക്ക് വരുന്ന ദിവസമായിരിക്കും. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്ന ദിവസമാണ്. സാമ്പത്തികമായി കടമെടുക്കാനോ വായ്പകൾ അപേക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അത് അനുകൂലമായി ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. തുലാക്കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കുകയും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു ഉത്സാഹം വരികയും കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. ഏത് തരത്തിൽപ്പെട്ട എഴുത്തുകാരാണെങ്കിലും ആധാരമെഴുത്തും ഒക്കെ ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചെറിയ ചില അപകടങ്ങൾ, വീഴ്ച, ഒടിവ്, ചതവ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും വലുതായി ഒന്നും വരുന്നില്ല. കുടുംബാംഗങ്ങളെക്കുറിച്ച് ചില ഉത്കണ്ഠയും മനപ്രയാസവുമൊക്കെ അനുഭവപ്പെടാമെങ്കിലും വൈകുന്നേരത്തോടുകൂടി അതിനൊക്കെ പരിഹാരം കണ്ടെത്താവുന്നതാണ്. വൃക്ഷലതാദികളിൽ നിന്ന് ചില അനിഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരാം. വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീഴുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് മനസ്സിന് ചെറിയ പ്രയാസമുണ്ടാകാം. എന്നാൽ ഇതെല്ലാം വൈകുന്നേരത്തോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, ആനിഴം, തൃക്കേട്ട നക്ഷത്രം. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ഇന്നത്തെ ദിവസത്തിൽ കാണുന്നില്ല. ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. എല്ലാവർക്കും
ബന്ധുസമാഗമത്തിന് ഒരു അവസരമാണ് കാണുന്നത്. അതേപോലെ കുട്ടികളുടെ ഉന്നമനം, അവരുടെ ഉയർച്ച, പരീക്ഷാ വിജയം, ഇതിലൊക്കെ സന്തോഷിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബത്തിലുണ്ടായിരുന്ന ചില സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായി വളരെ നല്ലതല്ലെങ്കിലും ഒരുവിധം പിടിച്ചു നിൽക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ചിലവ് കുറഞ്ഞിരിക്കുന്ന ദിവസമാണ്. വരവും അതുപോലെ അത്രയ്ക്ക് കാണുന്നില്ല. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാലും അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വന്നു ചേരുന്നതാണ്. അടുത്തതായി ധനുക്കൂറിൻ്റെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചില അടുക്കും ചിട്ടയും തെറ്റിയുള്ള ജീവിതമുള്ള ആളുകൾക്ക് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദരരോഗം അലട്ടാൻ സാധ്യതയുണ്ട്. അതുമൂലമുള്ള മാനസിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. അത് വളരെ ചിട്ടയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ ഒഴിവാക്കാവുന്നതാണ്. സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ശാരീരികമായും ഇഷ്ടഭക്ഷണം ലഭിക്കുന്ന ദിവസമാണ്. ശാരീരികമായും ഗുണകരമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. ബന്ധുസമാഗമത്തിന് ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. കുറേ നാൾ കൂടി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാകും എന്ന് ഉറപ്പുവരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറിൻ്റെ ഇന്നത്തെ ദിവസം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. വലിയ വ്യത്യാസങ്ങളൊന്നും തലേ ദിവസത്തെ കാണുന്നില്ല. എന്നാൽ ചില പ്രത്യേകമായി കാണുന്നത് ചില സമ്മാനങ്ങൾ ലഭിക്കാനും അല്ലെങ്കിൽ സമ്മാനദാനത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും പരസഹായത്തിന് പോയിട്ട് വളരെ നല്ല അഭിനന്ദനങ്ങൾ ലഭിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾക്കും അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ക്ഷീണവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ജോലി തിരക്ക് കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി എല്ലാവർക്കും അനുകൂലമായൊരു സമയമായി കാണുന്നു. എല്ലാവർക്കും ഈ ദിവസം വളരെ അനുകൂലവും നല്ലതുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതിമുക്കാൽ. കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. തിരക്കേറിയ ജോലിക്കിടയിൽ ഒരുപാട് സന്തോഷങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഒരു സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് അനുകൂലമായ ദിവസമാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തോ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഒക്കെ ഇന്ന് അത്ര നല്ല ദിവസമല്ല, പ്രതികൂലമായ ദിവസമായിരിക്കും. അതുകൂടാതെ കലാകായിക രംഗത്ത് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ വളരെ അധികം നല്ല ഒരു അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. രോഗാദി ദുരിതങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇത്. ഇന്നത്തെ ദിവസം ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഗുണം വളരെയേറെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മീനക്കൂറിലേക്ക് കടക്കുകയാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അലച്ചിലും കഷ്ടപ്പാടുമൊക്കെ ഒരു പരിധിവരെ ഉണ്ടെങ്കിലും സന്തോഷവും വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിലുള്ള ഒരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷം അനുഭവിക്കാവുന്നതാണ്. ഏഴര ശനിയുടെ
കുറച്ച് ഒരു അസ്വാരസ്യം മൂലം നമുക്ക് 7.5 ശനിയുടെ കാലമായതിനാൽ ചില ഉത്കണ്ഠയും മനപ്രയാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വൈകുന്നേരത്തോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനോ സുഹൃത്തുക്കളുടെ ഫോൺ കോളുകൾ വരാനോ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു സംസാര വിഷയമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ദിവസമായിരിക്കും. എല്ലാത്തിനും ഈശ്വരൻ്റെ ആനുകൂല്യം, ഈശ്വരാനുഗ്രഹം ഉണ്ടാകേണ്ടതാണ്. എല്ലാവരും അവരവരുടെ മതവിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജ്യോതിഷ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.